ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോബാണ് ഓൾവേസ് പോസിറ്റീവായി. വിലായത്ത് പുത്ത മൂവി ഫസ്റ്റ് ഡേ തന്നെ കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്ന് തോന്നുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നോവൽ ബേസ് സ്റ്റോറിയാണ്. ഇന്ദുഗോപൻ്റെ വിലായത്ത് പുത്ത എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു കണ്ടൻറ് ആയിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഞാൻ നോവൽ വായിച്ചിട്ടില്ല. നല്ലൊരു കണ്ടൻറ് ആയിരിക്കുമെന്ന് ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നോവലുകളൊക്കെ നല്ല കണ്ടൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്ന് തോന്നിയത്. അതോടൊപ്പം സച്ചി ചെയ്യാനിരുന്നൊരു സിനിമ, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ജയൻ നമ്പ്യാരാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ സംവിധായകൻ. അപ്പം സച്ചി എടുക്കാൻ വെച്ചിരുന്നൊരു കഥയായ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണണമെന്ന് തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ വാവ് മൂവ്മെൻ്റ് ആയിരുന്നു സിനിമ കണ്ടപ്പോൾ. നല്ലൊരു കണ്ടൻറ്റ്, നല്ലൊരു സിനിമ, നല്ല അഭിനേതാക്കൾ. ഓഫ് കോഴ്സ് രാജുവേട്ടനാണ് ഹീറോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോള് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മാസ് റോള് അല്ലെങ്കിൽ ആക്ഷൻ പരിവേഷത്തിലൊന്നും കാണുവാനായിട്ട് സാധിച്ചു. അപ്പം അതുതന്നെ നമുക്കൊരു ഫ്രഷ് ആയിരുന്നു എന്ന് പറയാം. കാരണം പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ പെർഫോമൻസ് എന്ന് പറയാം ഷമ്മി തിലകൻ ചേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് വളരെ അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഞാനൊക്കെ കണ്ടതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത് പ്രജയിലെ ആ ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതിനെയൊക്കെ വെല്ലുന്ന തരത്തിൽ അദ്ദേഹം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ചില സ്ഥലങ്ങളിൽ തിലകൻ ചേട്ടനെയൊക്കെ ഓർമ്മ വരും. ആ രീതിയിലുള്ള വയസ്സുള്ള ഗെറ്റപ്പിൽ ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഷമ്മി തിലകൻ ചേട്ടൻ കാഴ്ചവെച്ചത്. വളരെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരുപക്ഷെ ഈ ഒരു സിനിമ റീമേക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ ഷമ്മി തിലകൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ചെയ്യാനായിട്ട് മറ്റു ഭാഷകളിലൊന്നും ആളെ കിട്ടത്തില്ല എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ഈ ഒരു റോള് അദ്ദേഹത്തിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ആ രംഗമൊക്കെ കാണുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാകുന്നത്. വേറെ ആര് ചെയ്താലും അത് ശരിയാവില്ല. പിന്നെ മറ്റ് അഭിനേതാക്കൾ, നായിക പ്രിയവത, അവരൊക്കെ അവരുടെ റോള് മനോഹരമായി ചെയ്തു. നല്ല ബോൾഡായിട്ടുള്ള നായകൻ്റെ ഒപ്പം പിടിച്ചിരിക്കുന്ന നായിക വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ കാസ്റ്റും നല്ല മനോഹരമായ കാസ്റ്റ് സംഭവങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റേ എടുത്ത് പറയേണ്ടത് മ്യൂസിക്കാണ്. എൻ്റെ മ്യൂസിക് ജെക്സ് ബിജോയ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫൈറ്റ് സീനൊക്കെ ഓരോ BGM ഇട്ട് തരുന്നത് നമുക്ക് തന്നെ സീറ്റ് ഇരിക്കുമ്പോൾ തരിപ്പായി പോകും. ആ രീതിയിലുള്ള ഗുംസോംസ്, രോമാജിഫിക്കേഷൻ, പ്രത്യേകിച്ച് മാർക്കറ്റ് ഫൈറ്റ് സീനൊക്കെ വേറെ ലെവലായിരുന്നു. അത് രോമാജിഫിക്കേഷൻ്റെ പീക്ക് ലെവലായിരുന്നു എന്ന് പറയാം. പിന്നെ അടിപൊളി ഫസ്റ്റ് ഹാഫ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും ഒരു സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ത്രില്ല് സെക്കൻഡ് ഹാഫിലൊന്ന് കുറഞ്ഞു എന്നല്ലാതെ സെക്കൻഡ് ഹാഫും അടിപൊളിയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫും വേർതിരിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് തന്നെയാണ് അടിപൊളി. പക്ഷേ കണ്ടൻറ്റ് അടിപൊളി ആയതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് വരെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട്. സമയം പോകുന്നതും അറിയുന്നില്ല, ഒട്ടും ലാഗും ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു കണ്ടൻറ്റും, ക്വാളിറ്റി കണ്ടൻറ്റ്, സ്ക്രിപ്റ്റും. പിന്നെ പുഷ്പയോടൊക്കെ താരതമ്യം ചെയ്യുന്ന കുറേ ഇതൊക്കെ കണ്ടു. പക്ഷേ പുഷ്പയെ വെച്ച് നോക്കുമ്പോൾ പുഷ്പയിലില്ലാത്ത ഒന്ന് ഇതിലുണ്ട്. കണ്ടൻ്റ് ഉണ്ട് ഇതിൽ, നല്ല അടിപൊളി കണ്ടൻറ്റാണ്. പിന്നെ ടെക്നിക്കൽ വൈസൊക്കെ തെലുങ്ക് സിനിമയൊക്കെ വേറെ ലെവലാണ്, അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷേ ഇതിലെടുത്ത് പറയേണ്ടത് സിനിമാറ്റോഗ്രാഫി. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന കാന്താര സിനിമാറ്റോഗ്രാഫറാണ്, അരവിന്ദാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് മറയൂരും സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും അയ്യപ്പൻ കോശി, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ കടുവ, ആ രീതിയിലുള്ളൊരു രാജുവേട്ടൻ്റെ ഒരു ഈഗോ ക്ലാഷ് മൂവി. ഷമ്മി തിലകൻ ചേട്ടൻ എല്ലാവരെയും സൈഡാക്കിയിട്ട് തകർത്തു വാരി എന്ന് പറയാം. വേറെ ലെവലിൽ ഷമ്മി തിലകനാണ്, ഷമ്മിയാണ് ഹീറോ എന്ന് പറയുന്ന പോലെ ഷമ്മി തിലകനും ജാക്സ് ബിജോയുമാണ് സിനിമയെ വേറെ ലെവലാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.